കേസിന് IAS-നേക്കാളും സാലറി കൂടുതലാണെന്നുള്ളതാണ്. ആ ഒരു അർത്ഥത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു രീതിയിൽ കേസ് IAS-നേക്കാളും ബെറ്റർ ആണെന്ന് വേണമെങ്കിലും പറയാൻ പറ്റും. ഈ PSC ആസ്പിറൻസിനെ സംബന്ധിച്ച് അവരുടെ പ്രിപ്പറേഷൻ ശരിക്കും റാങ്ക് ഫെയിൽ ഓറിയന്റഡ് ആയിട്ടാണ് പലപ്പോഴും നടക്കാറുള്ളത്. എനിക്കൊരു UPSC-യുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെന്നുള്ളത് കൊണ്ട് എനിക്ക് പരീക്ഷ എളുപ്പമായതുപോലെ തന്നെ ഒരു കേരള PSC-ക്ക് പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിനും ഇത് എളുപ്പമാകാം. ഈ 3 സബ്ജക്ട്സ് കൂടി ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു 130ഓളം മാർക്കിൻ്റെ ചോദ്യങ്ങളുണ്ട്. ഇതൊരു ലെവൽ പ്ലേയിങ് ഫീൽഡ് തന്നെയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. പൊതുവെ ആസ്പിറൻസ് ചോദിക്കാറുള്ള ഒരു ഡൗട്ടാണ് നമുക്ക് ഇന്റർവ്യൂ മലയാളത്തിൽ കൊടുക്കാൻ പറ്റുമെന്നുള്ളത്. ശരിക്കും പ്രിലിംസിൽ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് PSC ആസ്പിറൻസിന് മുൻതൂക്കമുണ്ടെന്നുള്ളതാണ് എനിക്ക് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. നമസ്കാരം, എല്ലാവർക്കും സൈലം IAS-ലേക്ക് സ്വാഗതം. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൻ്റെ നോട്ടിഫിക്കേഷൻ പുറത്തു വന്നു കഴിഞ്ഞു. പല എക്സാമുകൾക്ക് പല രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്ന ആസ്പിറൻസിനെ സംബന്ധിച്ച് KS-ൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം, 3 മാസത്തിനുള്ളിൽ KS-ൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെ ഫലപ്രദമായി പൂർത്തീകരിക്കാം എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരുപാട് തരത്തിലുള്ള സംശയങ്ങളുണ്ടായിരിക്കാം. ഈ സംശയങ്ങൾക്കെല്ലാം തന്നെ വളരെ ഒത്തൻറ്റിക് ആയിട്ടുള്ള, വളരെ ക്രെഡിബിൾ ആയിട്ടുള്ള ഉത്തരങ്ങൾ നിങ്ങളോട് പങ്കുവെക്കുന്നതിന് വി ഹാവ് the respected academic head of Salem IAS. He was even the rank holder of the previous Kerala Administrative Services. Sir, welcome to the show. Thanks. Sir, അപ്പോൾ സാർ UPSC പ്രിപ്പയർ ചെയ്യുന്നതിനിടയ്ക്കാണ് KS-ൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ ഏതൊരു ഘട്ടത്തിലാണ് സാർ യഥാർത്ഥത്തിൽ KS-ന് കൂടി ഒരു കോൺസെൻട്രേഷൻ കൊടുക്കാം എന്ന് തീരുമാനിക്കുന്നത്? ഞാൻ എൻ്റെ UPSC പ്രിപ്പറേഷൻ കുറച്ച് പുരോഗമിച്ചതിന് ശേഷമാണ് KS-ന് നോട്ടിഫിക്കേഷൻ വരുന്നത്. 4ാമത്തെ അറ്റംപ്റ്റ് ഒക്കെ കൊടുത്തതിന് ശേഷം നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് കേരളത്തിൻ്റെ സ്വന്തം IAS എന്ന് പറഞ്ഞാണല്ലോ അന്ന് ഇത് പ്രസിദ്ധീകരിക്കപ്പെടുന്നത് തന്നെ. അപ്പം അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ കൊണ്ട് തന്നെ ഇതും ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഞാൻ പഠിച്ചു തുടങ്ങുന്നത്. പിന്നെ ആ സമയത്ത് ഓൾറെഡി പ്രിലിംസ് ഉണ്ടായിരുന്നു. അപ്പോൾ KS-ൻ്റെയും UPSC-യുടെയും സിലബസ് ഏറെക്കുറെ സെയിം ആയതുകൊണ്ട് തന്നെ അത് പഠിക്കുന്നതിനോടൊപ്പം തന്നെ ഇതിൻ്റെ എക്സാമും എഴുതാമെന്ന് വിചാരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇതിൻ്റെ പ്രിപ്പറേഷനിലോട്ട് വരുന്നത്. സർ, യഥാർത്ഥത്തിൽ ഈ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസസിനെ കേരളത്തിൻ്റെ സ്വന്തം IAS എന്ന് വിളിക്കാൻ പറ്റുമോ? സാറിൻ്റെ ഒരു എക്സ്പീരിയൻസിൽ സാറിന് എന്താ ഫീൽ ചെയ്തിട്ടുള്ളത്? അങ്ങനെ ഒരു പ്രീമിയം ഒരു സർവീസസായി അല്ലെങ്കിൽ കേരള സംസ്ഥാനത്തിൻ്റെ സർവീസസായി KS-നെ കാണാൻ പറ്റുമോ? സത്യസന്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രീതിയിൽ IAS-നേക്കാളും കുറച്ചും കൂടി ബെറ്ററാണ് KS എന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ IAS കിട്ടുന്ന സമയത്ത് കേഡർ ഒരു വലിയ പ്രശ്നമാണ്. ഇപ്പം നമുക്കൊരു പക്ഷേ ഒരു അരുണാചൽ പ്രദേശ് കേഡറോ അല്ലെങ്കിൽ ജമ്മു ആൻഡ് കാശ്മീർ കേഡറോ, ഈ കേഡറുകൾക്ക് പ്രശ്നമുണ്ടെന്നല്ല ഞാൻ പറയുന്നത്, എല്ലാം നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ ഭാഗം തന്നെയാണ്. പക്ഷെ നമ്മുടെ ഒരു കൾച്ചറൽ ആംബിയൻസിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു സ്ഥലത്ത് ജീവിക്കുക എന്ന് പറയുന്നത് പല ആളുകൾക്കും വളരെ ദുഷ്കരമായിട്ടുള്ളൊരു കാര്യമാണ്. വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് KS-ന് IAS-നേക്കാളും സാലറി കൂടുതലാണെന്നുള്ളതാണ്. മാധ്യമങ്ങളൊക്കെ ഒരുപാട് ചർച്ച ചെയ്ത കാര്യം കൂടിയാണത്. അതെ. അപ്പം ആ ഒരു അർത്ഥത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു രീതിയിൽ കേസ് IAS-നേക്കാളും ബെറ്റർ ആണെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അപ്പോൾ സാറിൻ്റെ ഈ UPSC പ്രിപ്പറേഷൻ ശരിക്കും KS-ൻ്റെ പ്രിപ്പറേഷന് യഥാർത്ഥത്തിൽ സഹായകരമായിട്ടുണ്ട് അല്ലേ? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ KS-ൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് വളരെ സീരിയസ് ആയിട്ട് UPSC-ക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ KS എന്ന് പറയുന്നത് UPSC-നോടൊപ്പം എഴുതി നോക്കാമെന്ന് മാത്രമേ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. സിലബസ് നോക്കുന്ന സമയത്ത് ഉണ്ടായ ഒരു ഓവർലാപ്പ് കാരണം അന്ന് ഇതിനോടൊപ്പം തന്നെ അതും എഴുതാം എന്നുള്ള രൂപത്തിലാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അത് പക്ഷേ എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല അല്ലേ? അതായത് ഇപ്പോൾ UPSC ആസ്പിറൻസ് ആണെങ്കിലും PSC ആസ്പിറൻസ് ആണെങ്കിലും അവരുടെ പക്കലൊരു കൃത്യമായ സ്ട്രാറ്റജി ഉണ്ട്. അത് എക്സിക്യൂട്ട് ചെയ്യാനുള്ളൊരു ധൈര്യം ഉണ്ടെങ്കിൽ ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ് സാർ പറഞ്ഞു വരുന്നത് അല്ലേ? എനിക്കൊരു UPSC-യുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെന്നുള്ളത് കൊണ്ട് എനിക്ക് പരീക്ഷ എളുപ്പമായതുപോലെ തന്നെ ഒരു കേരള PSC-ക്ക് പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിനും ഇത് എളുപ്പമാകാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മളതിനെങ്ങനെ സ്ട്രാറ്റജീസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സിലബസ് എന്താണെന്ന് ശ്രദ്ധിക്കുക, നമ്മുടെ സ്ട്രോങ് പോയിന്റ് എന്താണെന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ UPSC പഠിച്ചത് കൊണ്ട് തന്നെ എനിക്ക് കുറച്ച് ധാരണ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് മാത്രം പഠിച്ചിട്ട് എനിക്ക് എക്സാമിൻ്റെ കട്ട് ഓഫ് ആയിട്ടുള്ള 76 മാർക്സിനേക്കാളും സ്കോർ ചെയ്യാനായിട്ട് പറ്റി. നേരെ മറിച്ച് ഞാനൊരു കേരള PSC ആസ്പിറൻ്റ് ആണ് അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് കേരള PSC ആയിട്ട് ഓവർലാപ്പ് വരുന്ന കാര്യങ്ങൾ കൂടുതലെടുത്ത് പഠിക്കുക എന്നുള്ളതാണ്. കേരള ഹിസ്റ്ററി, കേരള ജോഗ്രഫി, കേരള എക്കണോമിക്സ്, കേരള പൊളിറ്റി, ഇതേപോലത്തെ കാര്യങ്ങൾ പ്ലസ് മലയാളം, മാത്സ്, ഇംഗ്ലീഷ്, ഈ 3 സബ്ജക്ട്സും കൂടി ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു 130ഓളം മാർക്കിൻ്റെ ചോദ്യങ്ങളുണ്ട്. അതിൽ ഈ പറയുന്ന കട്ട് ഓഫ് സ്കോർ ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് നമ്മൾ നോക്കി കാണുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ അങ്ങനെ ഒരുപാട് ഭയപ്പെടേണ്ടതില്ല. അതിപ്പോൾ UPSC ആസ്പിറൻസ് ആണെങ്കിലും കേരള PSC ആസ്പിറൻസ് ആണെങ്കിലും ഒരുപാട് ഭയപ്പെടേണ്ടതില്ല. കൃത്യമായി ഒരു സ്ട്രാറ്റജി മുന്നിലുണ്ട്. അത് എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ
നമ്മൾക്കിത് ക്രാക്ക് ചെയ്യാം എന്ന് തന്നെയാണ് സാറിന്റെ ഒരു നിഗമനം അല്ലേ? അതെ, ഇതൊരു ലെവൽ പ്ലേയിങ് ഫീൽഡ് തന്നെയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. അത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, പൊതുവെ ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ റിസൾട്ട് വെച്ചിട്ടായിരിക്കും PSC ആസ്പിറൻസിന്റെ ഇടയിൽ ഒരു കൺസേൺ ഉണ്ട്, അവർക്ക് ഇത് പോസിബിൾ ആണോ അല്ലയോ എന്നുള്ളത്. ഇപ്പം അതിൻ്റെ ഒരു ആവശ്യമില്ലാന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാര്യം ഓൾറെഡി ഡിഗ്രി ലെവൽ PSC പരീക്ഷകളുടെയൊക്കെ ചോദ്യപേപ്പർ എന്ന് പറയുന്നത് KSന്റെയും UPSCയുടെയും സമാനമാണ് ഏറെക്കുറെ. അപ്പം ഇതിന് നമ്മൾ ഓൾറെഡി പഠിക്കുന്ന പാറ്റേണിൽ തന്നെയാണ് KSന്റെ വരാൻ പോകുന്നത്. പിന്നെ ഞാൻ മനസ്സിലാക്കിയ വേറൊരു കാര്യം എന്ന് പറയുന്നത്, KSന്റെ ചോദ്യത്തിൽ ഒരു പരിധിക്കപ്പുറം സ്റ്റേറ്റ്മെന്റ് വൈസ് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നില്ല. ഒരു 30% to 40% ആണ് സ്റ്റേറ്റ്മെന്റ് വൈസ് ചോദ്യങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ബാക്കിയുള്ള എല്ലാ ചോദ്യങ്ങളും ഒരു PSC പാറ്റേണിൽ തന്നെ വന്നിട്ടുള്ളതാണ്. ശരിക്കും പ്രിലിംസിൽ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് PSC ആസ്പിറൻസിന് മുൻതൂക്കം ഉണ്ടെന്നുള്ളതാണ് എനിക്ക് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. ഈ ഒരുപാട് ആസ്പിറൻസിന് ഉള്ളൊരു സംശയമാണ്, അതായത് കേരള PSC നടത്തുന്ന ഏറ്റവും ഗ്ലാമറസ് പരീക്ഷ എന്ന് പറയപ്പെടുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷ വരാൻ പോകുന്നു, അതുപോലെ UPSCയുടെ പ്രിലിമിനറി പരീക്ഷ വരാൻ പോകുന്നു. ഈ രണ്ട് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആസ്പിറൻസും ഒരേപോലെ താല്പര്യമുള്ള, അല്ലെങ്കിൽ അവർക്ക് രണ്ട് വിഭാഗത്തിനും ഒരേപോലെ താല്പര്യമുള്ള ഒരു പരീക്ഷയാണ് KS എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് എക്സാമിനും സെപ്പറേറ്റ് ആയി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവരുടെ KS പ്രിപ്പറേഷൻ നമുക്ക് ശരിക്കും ഒന്ന് എങ്ങനെയാണ് സിങ്ക്രണൈസ് ചെയ്യാൻ പറ്റുക? സാറിൻ്റെ ഒരു എക്സ്പെർട്ടൈസിൽ അതെങ്ങനെയാണ് സാറിന് ഫീൽ ചെയ്യുന്നത്? എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ രണ്ട് പരീക്ഷയ്ക്കും പ്രിപ്പയർ ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും KSന്റെ പരീക്ഷയ്ക്ക് നമ്മൾക്ക് ഹെൽപ്ഫുള്ളായിട്ട് മാറും. പക്ഷെ നേരെ മറിച്ച് അത് പ്രിപ്പയർ ചെയ്യുന്നത് കൊണ്ട് മാത്രം ഇത് കിട്ടുമെന്ന് ഉറപ്പാക്കാനും പറ്റില്ല. അപ്പം നമ്മൾ KSന്റെ സിലബസിൽ നമ്മൾ എക്സ്ട്രാ പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് രണ്ട് എക്സാംസിനെയും നമ്മൾ നോക്കി കാണേണ്ടത് എങ്ങനെയാണ്. ഒരു ഷോർട്ട് ടൈം ടാർഗറ്റും ലോങ് ടൈം ടാർഗറ്റ്സ് ഒക്കെ വെച്ചിട്ട് രണ്ട് എക്സാംസിനെയും ഒരുപോലെ നോക്കുക എന്നുള്ളതാണ്. ഇതിൽ ഏതെങ്കിലും ഒരു എക്സാമിനെ മാറ്റി വെക്കുക എന്ന് പറയുന്നത് ഒരു ബ്ലണ്ടർ ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാര്യം നമ്മൾക്ക് കിട്ടാൻ പോകുന്ന പരീക്ഷ ഏതാണെന്ന് നമുക്ക് അറിയാനും പാടില്ല. അതെ 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 സർ, ഈ PSC ആസ്പിറൻസിനെ സംബന്ധിച്ച് അവരുടെ പ്രിപ്പറേഷൻ ശരിക്കും റാങ്ക് ഫയൽ ഓറിയൻറ്റഡ് ആയിട്ടാണ് പലപ്പോഴും നടക്കാറുള്ളത്. KSലേക്ക് വരുമ്പോൾ റാങ്ക് ഫയൽ പൂർണ്ണമായും ഒഴിവാക്കണോ, അതായത് പൂർണ്ണമായും അഡ്വാൻസ്ഡ് ടെക്സ്റ്റ് ബുക്കിലേക്ക് ഷിഫ്റ്റ് ചെയ്യണോ? സാറിൻ്റെ ഒരു ഒപ്പീനിയനിൽ എങ്ങനെയാണ് സാറിന് അത് ഫീൽ ചെയ്തിട്ടുള്ളത്? റാങ്ക് ഫയൽ ഒഴിവാക്കുക എന്ന് പൂർണ്ണമായിട്ടും പറയാൻ എനിക്കൊരു പേഴ്സണലായിട്ടൊരു ബുദ്ധിമുട്ടുണ്ട്. ഓരോ ആളുകൾ പഠിക്കുന്ന ഒരു രീതി എങ്ങനെയാണ് അത് കണ്ടിന്യൂ ചെയ്യണം എന്നുള്ളതാണ്. പക്ഷെ എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കേരളത്തിൻ്റെ ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള ഗവൺമെൻറ് സർവീസസ് ആണ്. ഏറ്റവും ഉന്നത തല പോസ്റ്റിലോട്ടാണ് ഈ പരീക്ഷ നടത്തുന്നത്. UPSCക്ക് സമാനമായിട്ടുള്ള ഒരു എക്സാം സ്ട്രക്ചറാണ് ഇവർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രിപ്പറേഷൻ്റെ രീതി എന്ന് പറയുന്നത് കുറച്ചും കൂടി അനലിറ്റിക്കൽ രൂപത്തിലാകണം. ആ രൂപത്തിലാണ് ഇവർ പരീക്ഷനെ ക്രമീകരിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ചും കൂടി ഹെൽപ്ഫുള്ള് ഈ പറയുന്ന പോലെ NCERT ബുക്സും SCERT ബുക്സും ചില പെർട്ടിക്കുലർ സബ്ജക്ട്സിന് സ്റ്റാൻഡേർഡ് ബുക്സും വായിക്കുന്നത് തന്നെയായിരിക്കും. എങ്ങനെയാണ് സാർ നമ്മുടെ സൈലം IASൽ ഈ KSന്റെ കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്? സൈലം IASന്റെ ഒരു കോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ പ്രിലിംസിനും മെയിൻസിനും കൂടി വേണ്ടിയിട്ട് ഇൻറ്റിഗ്രേറ്റഡ് ആയിട്ടുള്ള രൂപത്തിലാണ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അല്ല, എസ്പെഷ്യലി നമ്മൾ പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾക്ക് ഇനി പഠിക്കാൻ കിട്ടുന്ന സമയം എന്ന് പറയുന്നത് കുറച്ച് കുറവാണ്. 3 മാസത്തിൽ കേരള ഇന്ത്യ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പഠിച്ചു തീരാനായിട്ട് ഒരു വിദ്യാർത്ഥിക്ക് സ്വന്തമായിട്ട് വളരെ ഡിഫിക്കൽട്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം നമ്മളിപ്പോൾ ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരളത്തിൽ ഇന്ന് അവൈലബിൾ ആയേക്കുന്ന എല്ലാ മികച്ച KS ഫാക്കൽറ്റീസും പല മികച്ച പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരുന്ന ഫാക്കൽറ്റീസിനെ എല്ലാവരും നമ്മൾ സൈലം ഫാമിലിയിലോട്ട് കൊണ്ടുവന്നിട്ട് അവരുടെ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് കുട്ടികൾക്ക് ചാനലൈസ് ചെയ്യാം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഇപ്പോൾ ക്ലാസ്സസ് ഡിസൈൻ ചെയ്യുന്നതാണെങ്കിലും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ ടോപ്പിക്സ് കവർ ചെയ്ത് പോകുക എന്നുള്ള രൂപത്തിലല്ല. പകരം സിലബസ് എന്താണ്, കഴിഞ്ഞ കൊല്ലത്തെ എക്സാമിൻ്റെ രീതി എന്താണ്, അതിൻ്റെ കോർ ടോപ്പിക്സ് ഏതൊക്കെയാണ്, ഇത് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഒരു എക്സാമിന് റിലവൻ്റ് ആകുന്നുള്ള രൂപത്തിൽ നമ്മൾ അതിന് ഓൾറെഡി അതിൻ്റെ കരിക്കുലം ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇതേപോലത്തെ ഒരു പ്രോഗ്രാം ഇത്ര എക്സ്പേർട്ട് ആയിട്ടുള്ള ഫാക്കൽറ്റീസിലൂടെ വേറൊരു പ്ലാറ്റ്ഫോമിൽ കിട്ടുമോ എന്നുള്ളത് തന്നെ എനിക്ക് വളരെ സംശയമായിട്ടുള്ളൊരു കാര്യമാണ്. അതായത് ഈ 3 മാസത്തെ സമയത്തിനുള്ളിൽ നമ്മൾ കംപ്ലീറ്റ് കോഴ്സ് പൂർണ്ണമായും സിലബസ് വൈസ് കുട്ടികളിലേക്ക് എത്തിക്കുക എന്നുള്ളത് നമ്മളുടെ ഭാഗത്ത് നിന്ന് നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അല്ലേ? അതെ അതെ. അതേപോലെ തന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് പ്രിലിംസ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ പ്രിലിംസ് പാസ്സാകുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പം അതിന് വേണ്ട രൂപത്തിലാണ് ഈ വരുന്ന 3 മാസം നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. പക്ഷേ മെയിൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് താനും. ഇപ്പോൾ കഴിഞ്ഞ കൊല്ലത്തെ KSന്റെ പരീക്ഷയിൽ UPSC കുട്ടികൾക്ക് കുറച്ചെങ്കിലും ഒരു മുൻതൂക്കം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അവർ സബ്ജക്റ്റീവായിട്ട് എഴുതി പരിശീലിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മുടെ മെയിൻസിൻ്റെ ഘട്ടം PSC ആസ്പിറൻസിന് വളരെ ഹെൽപ്ഫുൾ ആകാൻ വേണ്ടിയിട്ട് കംപ്ലീറ്റ്ലി ഒരു ആൻസർ റൈറ്റിംഗ് മോഡ്യൂൾ പോലെ തന്നെയാണ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതായത് ടോപ്പിക്ക് നമ്മൾ ആൻസർ റൈറ്റിംഗ് സെഷൻസിലൂടെ പഠിച്ചു പോവുക എന്നുള്ളതാണ്.
ഇപ്പോൾ ഡെയിലി ലൈവായിട്ട് ക്ലാസ്സിൽ വന്നിരുന്ന് ആൻസർ എഴുതി പോകുന്ന രീതിയിലാണ് നമ്മൾ ക്രമീകരിച്ചിട്ടുള്ളത്. പലപ്പോഴും സ്റ്റുഡൻസിന് വരുന്നൊരു വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിലിംസിലോട്ട് മാത്രമേ അവർ ചിന്തിക്കുന്നുള്ളൂ. പക്ഷേ നിങ്ങളുടെ റിസൾട്ട് എന്ന് പറയുന്നത് മെയിൻസിൻ്റെയും ഇൻ്റർവ്യൂടെ മാർക്ക് വെച്ചിട്ടാണ്. അപ്പം അതിന് ആൻസർ റൈറ്റിംഗ് ഡിസ്കഷൻസും സെഷൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സാർ, ഇപ്പോൾ ഇൻ്റർവ്യൂവിൻ്റെ കാര്യം പറഞ്ഞ സ്ഥിതിക്ക് സാറ് UPSCയുടെ 2 ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, അതുപോലെ KSൻ്റെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. സാറിന് എങ്ങനെയാണ് ഇവ തമ്മിൽ ഉള്ള വ്യത്യാസം, അല്ലെങ്കിൽ ഇവ ഒരേ പാറ്റേണിലാണോ കണ്ടക്ട് ചെയ്യപ്പെടുന്നത്? സാറിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു അതിൽ? എനിക്ക് UPSCയുടെ ഇൻ്റർവ്യൂവും KSൻ്റെ ഇൻ്റർവ്യൂവും തമ്മിൽ കുറേ സാമ്യമുള്ളതായിട്ടാണ് തോന്നിയത്. കാരണം ആ സമയത്ത് UPSCയുടെ ഇൻ്റർവ്യൂ ഓൾറെഡി ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അതേ അറ്റയറിൽ തന്നെയാണ് ഞാൻ KSൻ്റെ ഇൻ്റർവ്യൂവിന് വരുന്നത്. അപ്പോൾ UPSCയുടെ ഇൻ്റർവ്യൂവിന് നമ്മൾ കോട്ടും ഒക്കെ ധരിച്ചാണല്ലോ പോവുക. ഇതിൻ്റെ KSൻ്റെ ഇൻ്റർവ്യൂവിന് വന്ന സമയത്ത് സാധാ കുറേ ആസ്പിറൻസ് അവരുടേതായിട്ടുള്ള രൂപത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ചോദ്യങ്ങളെല്ലാം ബേസിക്കലി ഒരേ ടെംപ്ലേറ്റിൽ തന്നെയുള്ളതായിരുന്നു. എൻ്റെ ഇൻ്റർവ്യൂ പാനലിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് ആ സമയത്തുള്ള PSCയുടെ ചെയർമാൻ തന്നെയായിരുന്നു. ചോദ്യങ്ങളും അതേപോലെ തന്നെയായിരുന്നു. പിന്നെ ഇവിടെ പൊതുവെ ആസ്പിറൻസ് ചോദിക്കാറുള്ളൊരു ഡൗട്ടാണ് നമുക്ക് ഇൻ്റർവ്യൂ മലയാളത്തിൽ കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത്. എൻ്റെ അനുഭവം വെച്ചിട്ട് ചോദ്യങ്ങൾ മലയാളത്തിലും ഇംഗ്ലീഷിലും ഉണ്ടായിരുന്നു. മലയാളത്തിൽ ചോദിച്ച ചോദ്യങ്ങൾ ഞാൻ മലയാളത്തിൽ തന്നെയാണ് ഉത്തരം പറഞ്ഞിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു മലയാളത്തിൽ കമ്മ്യൂണിക്കേഷനായിട്ട് ബന്ധപ്പെട്ടിട്ട് ഡിഫിക്കൽട്ടി ഉള്ള ആളുകൾ അവർക്ക് വേണമെങ്കിൽ ചെയർമാൻ്റെ സമ്മതം ചോദിച്ചിട്ട് സമ്മതം എടുത്തിട്ട് മലയാളത്തിൽ പറയുന്നതിന് തെറ്റൊന്നും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പിന്നെ എൻ്റെ ഇൻ്റർവ്യൂ ശരിക്കും പറഞ്ഞാൽ ഒരു 10 മിനിറ്റ് എന്തോ നീണ്ടു നിന്നിട്ടുള്ളൂ. മിക്ക ആളുകളുടെയും 40 മിനിറ്റോളം നീണ്ടു നിന്ന സമയത്ത് എൻ്റെ മാത്രം വളരെ ചുരുങ്ങിയ ഇൻ്റർവ്യൂ ആയിരുന്നു. അതിൽ ഏറ്റവും അവസാനത്തെ ചോദ്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് പാട്ട് പാടാൻ അറിയാവുന്നതായിരുന്നു. അപ്പം ഞാനൊരു മാപ്പിളപ്പാട്ട് പാടിയ സമയത്ത് നിങ്ങളുടെ ഇൻ്റർവ്യൂ കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ശരിക്കും വിചാരിച്ചിട്ടുണ്ട് ഈ പാട്ട് പാടിയത് കൊണ്ട് എന്നെ എണീപ്പിച്ച് വിട്ടതാണോ എന്നുള്ളത്. പക്ഷെ റിസൾട്ട് വന്ന സമയത്ത് എൻ്റെ ഇൻ്റർവ്യൂ മാർക്ക് നല്ല ഹൈ ആയിരുന്നു. അപ്പോൾ പാട്ട് വൺ ഓഫ് ദി ടോപ്പ് മാർക്സ് ഇന്റർവ്യൂവിൽ സാറിന് കിട്ടുകയും ചെയ്തു അല്ലേ? നല്ല മാർക്കാണ്. എനിക്ക് പിന്നീട് അതിനെപ്പറ്റി ഞാൻ തമാശ രൂപേണ ക്ലാസ്സിൽ പറയാറുള്ളത്, ഒരു കഴിവില്ലാഞ്ഞിട്ടും അവനൊരു ധൈര്യം കാണിച്ചല്ലോ എന്നുള്ളത് കൊണ്ട് മാർക്ക് തന്നു എന്നാണ് ഞാൻ പിന്നീട് അതിനെപ്പറ്റി ചിന്തിച്ചിട്ടുള്ളത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മളുടെ UPSC സർക്കിളിൽ UPSC ഇന്റർവ്യൂവിനെ പറ്റി പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്ന പോലെ തന്നെയാണ് KSും ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത് അല്ലേ? അതെ അതെ അതെ, അങ്ങനെ തന്നെയാണ്. സോ താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച് ഫോർ യുവർ വാല്യുബിൾ ടൈം. സൈലം IASൻ്റെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന് ഓൺലൈൻ, ഓഫ്ലൈൻ, മോർണിംഗ്, ഈവനിംഗ് ബാച്ചുകൾ തിരുവനന്തപുരത്തും കാലിക്കറ്റുമുണ്ട്. കൃത്യമായുള്ള സ്ട്രക്ചേർഡ് ഡിസൈൻഡ് കോഴ്സ്, അത് കൃത്യമായി ഇംപ്ലിമെൻ്റ് ചെയ്യപ്പെടും എന്നുള്ള വിശ്വാസം, അതാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ആ വിശ്വാസം സാക്ഷാത്കരിക്കാൻ നിങ്ങളോടൊപ്പം ഞങ്ങളും ഉണ്ടായിരിക്കും. സോ വി വെൽക്കം യു. താങ്ക് യു.